أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. വേദിയിലെ ആദരണീയ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏകദേശം 5 മണിയോടുകൂടി ഈ പ്രോഗ്രാം അൽഹംദുലില്ലാ നമ്മളിവിടെ തുടക്കം കുറിച്ചു. കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു സന്ദേശമാണ് ഈ ഒരു ദഅവാ സംരംഭത്തിലൂടെ സമൂഹത്തിന് കൈമാറാൻ നാം ഉദ്ദേശിക്കുന്നത്. കുറേ പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകുന്നു എന്ന ഒരു ചിന്ത പൊതുവിൽ ആളുകൾക്കിടയിലുണ്ട്. എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ ചില പ്രതിസന്ധികളുണ്ട്, പലതും കൈവിട്ടു പോകുന്നുണ്ട്. പക്ഷേ എന്താണ് കാരണം? ഈ പ്രശ്നങ്ങളുടെ കാരണം എന്താണ്? അഥവാ ഒരു അരാജകത്വം ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല നമ്മുടെ പുതിയ തലമുറ ചിന്തിക്കുന്നത്. നാം ഏറ്റവും വിലപിടിപ്പുള്ളത് എന്ന് ചിന്തിച്ചിരുന്ന, കരുതിയിരുന്ന മൂല്യങ്ങൾക്ക് പുതിയ സമൂഹം പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല. അതിൻ്റെ കുറേ ഇരകൾ ഇവിടെ ഉണ്ട്. അത് ചിലപ്പോൾ മാതാപിതാക്കളാണ്, ചിലപ്പോൾ കുട്ടികളാണ്, ചിലപ്പോൾ മതവിശ്വാസികളാണ്, ചിലയിടങ്ങളിൽ പൊതുസമൂഹമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്താണ് ഇതിൻ്റെ കാരണം? എങ്ങനെ ഇത് പരിഹരിക്കും? ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഉറക്കെ ചിന്തിക്കേണ്ട, ഗൗരവമായി ആലോചിക്കേണ്ട ഒരു സമയത്തിലാണുള്ളത്. ആളുകൾ ഒഴുക്കിനനുസരിച്ച് ഒഴുകുകയും സമൂഹത്തിൽ നടമാടുന്ന അരുതായ്മകളെ ന്യായീകരിക്കാൻ അത് പുരോഗമനമാണ്, അത് സമത്വമാണ്, അത് ഇതുവരെ അടിച്ചമർത്തപ്പെട്ട ചില വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഇത് പുതിയ കാലമാണ്, നമ്മൾ മാറേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഇത്തരം ഇവിടെ ആളുകൾ നേരിടുന്ന ഈ അനാശാസ്യങ്ങളെ, അരുതായ്മകളെ, അരാജകത്വത്തെ, അധാർമികതകളെ അത്തരം ചില ന്യായീകരണങ്ങൾ കൊണ്ട് വെള്ളപൂശാൻ, അതിനെ മനോഹരമാക്കി അവതരിപ്പിക്കാൻ ആണ് വലിയൊരു വിഭാഗം ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രശ്നക്കാരൻ ലിബറലിസമാണ് എന്ന് പച്ചയായി തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല. സ്വതന്ത്രവാദം, ലിബറലിസം പൊതുവിൽ പറയാറുള്ളത് യൂറോപ്പിൻ്റെ ഒരു നവോത്ഥാന കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാകുന്നത്. യൂറോപ്പിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിലാണ്. നവോത്ഥാന കാലഘട്ടം എന്ന് പറയാറുള്ളത് പൊതുവിൽ അവിടെ ഉണ്ടായ ചില പുനരാലോചനകൾ, അതിന് ചില രാഷ്ട്രീയ സാമൂഹിക പരിസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊതുവിൽ
ക്രൈസ്തവ സഭകൾ രാഷ്ട്രീയവും സമൂഹവും എല്ലാം അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം. അന്ന് ആളുകൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഭരണകൂടത്തിന് പോലും പൗരോഹിത്യത്തിൻ്റെ നിയന്ത്രണങ്ങൾക്ക് പുറത്തു കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു തരത്തിൽ വലിയൊരു ഭാരമായി ആളുകൾ അനുഭവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഈ ജോൺ ലോക്ക് ആണ് ലിബറലിസത്തിൻ്റെ ഒരു പിതാവായി അറിയപ്പെടാറുള്ളത്. വ്യക്തി സ്വാതന്ത്ര്യം എന്നതാണ് അതിൻ്റെ ഒരു ബേസായി പറഞ്ഞിരുന്നത്. വ്യക്തിയുടെ സ്വാതന്ത്ര്യം, എൻ്റെ മേൽ, വ്യക്തിയുടെ മേൽ ഇത്രയധികം നിയന്ത്രണങ്ങളൊന്നും ആവശ്യമില്ല എന്ന ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഉണ്ടായി വരുന്നത്. പിന്നീട് അതിന് കാലങ്ങൾ കടന്നുപോയപ്പോൾ അതിന് പുതിയ രൂപങ്ങളുണ്ടായി. ഞാൻ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളോ ചരിത്രമോ പറയാനല്ല സമയം വിനിയോഗിക്കുന്നത്. 1930 ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ലോകം കടന്നുപോയതിന് ശേഷം ആണ് നവ ലിബറലിസത്തിൻ്റെ തുടക്കമുണ്ടാകുന്നത്. സെക്ഷൽ ലിബറേഷൻ എന്ന് പറയുന്ന ലൈംഗിക സ്വാതന്ത്ര്യവാദം, ആ ലൈംഗിക രംഗത്ത് നിലനിൽക്കുന്ന വിവാഹം എന്ന് പറയുന്ന ആ പരിധിക്കകത്ത് നിൽക്കേണ്ടതല്ല എന്ന ചിന്തയൊക്കെ പിന്നീട് ഇതിനോടൊപ്പം ഇങ്ങനെ വളർന്നു വന്നു. അത് സമൂഹത്തിൽ വ്യാപിച്ചു. 1960 മുതൽ കുറച്ചുകൂടി ഈ ലൈംഗിക സ്വതന്ത്രവാദത്തിനൊക്കെ വലിയ ഗ്രിപ്പ് ലോകത്ത് കിട്ടി. അത് പടർന്ന് വളർന്ന് പാശ്ചാത്യൻ ലോകത്ത് വലിയ രൂപത്തിൽ വളർന്ന് പിന്നീട് അത് പതുക്കെ നമുക്കിടയിലേക്കെത്തി. ഇന്നത് നമ്മുടെ അടുക്കളയിൽ, നമ്മുടെ ബെഡ്റൂമിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വസ്ത്രധാരണ രീതികളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ നമ്മളറിയാതെ ഈ സ്വതന്ത്ര ചിന്ത പതുക്കെ കയറിക്കൂടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ തന്നെ അത് ബാധിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ വരും തലമുറകളെക്കുറിച്ചാണ് പറയാറുള്ളത്. ഏറ്റവും നന്നായി അത് ഗ്രസിച്ചു കഴിഞ്ഞിട്ടുള്ളത് പുതിയ തലമുറയിലെ ആളുകളെയാണ്. എന്നാൽ പലപ്പോഴും നമ്മളെയൊക്കെ തന്നെ അത് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, എന്തുകൊണ്ട് നമ്മളിലേക്ക് ലിബറലിസം, ഈ സ്വതന്ത്ര ചിന്താഗതികൾ എത്തി എന്ന് പറയാനുള്ള നമ്മുടെ കയ്യിലെ തെളിവെന്താണ്? നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സ് സാമാന്യവൽക്കരിക്കുന്ന, അതൊക്കെ സർവ്വസാധാരണമാണെന്ന് ചിന്തിക്കുന്ന ചില കാഴ്ചകളെ നമ്മളൊന്നിങ്ങനെ വിശകലനം ചെയ്താൽ നമുക്കത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നോക്കൂ, മുമ്പൊന്നും നമ്മുടെ നാടുകളിൽ കണ്ടിട്ടില്ലാത്ത വിധം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമ്മുടെ വീടുകളിലേക്ക് കടന്നു വന്നു. ഒരു ലിപ്സ്റ്റിക് ഒരു മുസ്ലിം പെൺകുട്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മുസ്ലിം വീടുകളിൽ വളരെ അപൂർവമാണ്, ഉണ്ടാകാറില്ല. പലപ്പോഴും വലിയ നഗരങ്ങളിൽ ജീവിക്കുന്ന നഗര ജീവിതത്തിൻ്റെ സ്വാധീനം എന്ന നിലയ്ക്ക് നേരത്തെ പറഞ്ഞ അതിങ്ങനെ നേരത്തെ കടന്നുകൂടിയ ആ ഒരു സ്വാധീനം എന്ന നിലയ്ക്ക് അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വിവാഹവേദി, ഇന്ന് കല്യാണത്തിൽ പങ്കെടുത്ത പലരും ഇവിടെ ഉണ്ടാവും. നിങ്ങൾ പങ്കെടുത്ത, ഞാനൊന്ന് ഉച്ചക്കൊരു കല്യാണത്തിൽ എൻ്റെ വളരെ അടുത്ത ബന്ധുവിൻ്റെ ഒരു വിവാഹത്തിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്. നേരത്തെ കണ്ടിരുന്ന, നേരത്തെ ഉണ്ടായിരുന്ന രീതിയല്ല നമ്മുടെ സഹോദരിമാർക്കുള്ളത്. വലിയ തുക ബ്യൂട്ടി പാർലറുകളിൽ ചെലവഴിച്ച് ബ്യൂട്ടീഷ്യൻ്റെ മുന്നിൽ മണിക്കൂറുകൾ ഇരുന്നു കൊടുത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് കല്യാണങ്ങൾക്ക് പങ്കെടുക്കുന്നു. സ്കൂൾ കുട്ടികളെടുത്ത് പരിശോധിച്ച് നോക്കൂ, ദിവസവും സ്കൂളിലേക്ക് ഈ നിലക്ക് സൗന്ദര്യവർദ്ധക കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് വരുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആഘോഷങ്ങൾ സ്കൂളുകളിലോ കോളേജുകളിലോ ക്യാമ്പസുകളിലോ ഉണ്ടാകുമ്പോൾ ഈ നിലക്കുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് സ്കൂളുകളിലേക്ക് കോളേജുകളിലേക്ക് വരുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറയുന്നത്, മതം നമുക്ക് മുന്നിൽ വരച്ചു വെച്ചിട്ടുള്ള ആ നിയമാതിർത്തികളെ, ആ പരിധികളെ മറികടക്കാനുള്ള ചിന്ത എവിടെ നിന്നാണ് നമ്മുടെ മക്കൾക്ക് കിട്ടിയത്? എവിടെ നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കിട്ടിയത്? ഇനി നോക്കി, ഇത് മാത്രമല്ല,
സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ മാത്രമല്ല, ഇപ്പോൾ എല്ലായിടങ്ങളിലും ആണും പെണ്ണും തമ്മിലുള്ള അകലം അതെത്ര കുറഞ്ഞു. അത് നമുക്ക് ഈ വൈവാഹിക സദസ്സുകളിൽ കാണാം, സ്കൂളിലെ ക്ലാസ് മുറികളിൽ കാണാം, അങ്ങാടികളിലെ വെയിറ്റിംഗ് ഷെഡുകളിൽ കാണാം. നിങ്ങളൊരു ട്രെയിൻ യാത്ര നടത്തി നോക്കൂ, ഒരു ട്രെയിൻ യാത്ര പോയി നോക്കൂ. നിങ്ങൾ നോക്കി, ഒരിക്കലും കുറച്ചൊരു എന്താ പറയുക നാണമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കണ്ണ് താഴ്ത്തി ദൃഷ്ടി താഴ്ത്തി കണ്ണടച്ചിരുന്ന് യാത്ര ചെയ്യലാണ് ഒരു ട്രെയിനിൽ കയറിയാൽ നല്ലതെന്ന് തോന്നിപ്പോകും. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക സീസണൊക്കെ ആണെങ്കിൽ, അതായത് അവധിക്കാലം തുടങ്ങുന്ന അല്ലെങ്കിൽ ഒരു അവധി അവസാനിക്കുന്ന ഒരു സീസണിലൊക്കെയാണ് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ, കുട്ടികൾ അടുത്തിരിക്കുന്നു, തിരക്കുള്ള ട്രെയിനിൽ മടിയിൽ കയറിയിരിക്കുന്നു, ആൺകുട്ടി പെൺകുട്ടിയുടെ തോളിൽ കിടന്നുറങ്ങുന്നു, മടിയിൽ കിടന്നുറങ്ങുന്നു, പെൺകുട്ടി ആൺകുട്ടിയുടെ മടിയിൽ കിടന്നുറങ്ങുന്നു. സ്കൂളിലേക്ക് കടന്നു വന്നാൽ, ഇടവേളകളിൽ കോളേജുകളിലേക്ക് കടന്നു ചെന്നാൽ അവർ ബെഞ്ചുകളിൽ ഇടകലർന്നിരിക്കുന്നു. അവർ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നു, അവർ സന്തോഷം വരുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു. മുമ്പ് 2 ആൺ സുഹൃത്തുക്കൾ 2 പെൺ സുഹൃത്തുക്കൾ കണ്ടാൽ എങ്ങനെയാണോ സംസാരിച്ചിരുന്നത്, തോളിൽ കൈയിട്ട് പുറത്തു തട്ടി കൊടുത്ത് കെട്ടിപ്പിടിച്ച്, ഇതൊക്കെ ആണും പെണ്ണും ഇങ്ങനെ ഇടപഴകുന്ന, ഈ നിലക്ക് ഇടപഴകുന്ന ഒരു കാഴ്ച നമ്മൾ സ്കൂളുകളിൽ കാണാൻ, കോളേജുകളിൽ കാണാൻ, ക്ലാസ് മുറികളിൽ വ്യാപകമായി നമ്മൾ കാണാൻ. ഞാൻ പറഞ്ഞത് ഈ അകലം വളരെ കുറഞ്ഞു. യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാത്ത രൂപത്തിലേക്ക് ഈ അകലം കുറഞ്ഞുപോയി. ഈ അടുത്ത് ഒരു സുഹൃത്ത് പറഞ്ഞത്, ചില ഉത്തരേന്ത്യൻ നഗരങ്ങളിലെ ക്യാമ്പസുകളിലോടനുബന്ധിച്ചുള്ള ഹോസ്റ്റൽ മുറികളിൽ പെൺകുട്ടികൾ കഴിയുന്നത് സ്ഥിരമായ ഗർഭനിരോധന സംവിധാനങ്ങൾ ഉപയോഗിച്ച്, കോപ്പർട്ടി പോലെയുള്ള സ്ഥിരം ഗർഭനിരോധന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെന്നാണ്. അവിടെ നലിച്ചു നോക്കി, എങ്ങോട്ടാണ് സമൂഹം പോകുന്നത്? സ്ഥിരം ഗർഭനിരോധന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അഥവാ അത്രമേൽ ഈ ആളുകൾക്കിടയിലെ ബന്ധം ശക്തമാവുകയാണ്. ഇവിടെ പരസ്പരം കൈ കൊടുക്കുമ്പോൾ, പരസ്പരം കെട്ടിപ്പിടിക്കുമ്പോൾ, പരസ്പരം ഒരുമിച്ചിരിക്കുമ്പോൾ, ഞാനൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ഒരു വ്യക്തിത്വം, അദ്ദേഹം കുട്ടികളോട് സംസാരിക്കണം. കുട്ടികളോട് അദ്ദേഹം പറയാണ്, നിങ്ങൾ ഇടകലർന്നിരുന്നാൽ എന്താ കുഴപ്പം? ഒന്ന് കൈ കൊടുത്താൽ എന്താ കുഴപ്പം? ഒന്ന് പരസ്പരം തോളിൽ കൈയിട്ടാൽ എന്താ കുഴപ്പം? എല്ലാവരും മനുഷ്യരല്ലേ? ഇങ്ങനെ എന്താ കുഴപ്പം എന്ന ചോദ്യമാണ് കുട്ടികളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. എന്താ കുഴപ്പം? കൈ കൊടുത്താൽ എന്താ കുഴപ്പം? അടുത്തിരുന്നാൽ എന്താ കുഴപ്പം? എന്തു സംഭവിക്കും? ഈ ചോദ്യമാണ് കുട്ടികൾ നമ്മോട് ചോദിക്കുന്നത്. അവരത് ഈ ചോദ്യം എവിടെ നിന്ന് കിട്ടി എന്നതിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒരുമിച്ചിരിക്കുന്ന, കൈ കൊടുക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന, പരസ്പരം എല്ലാം ഷെയർ ചെയ്യുന്ന എന്നാണ് ലവർ, ഫ്രണ്ട്, ബെസ്റ്റ്, ക്രഷ്, പുതിയ കുറേ സാങ്കേതിക പദങ്ങളുണ്ട്. നമുക്ക് പോലും ആശയം വ്യക്തതയില്ലാത്ത കുറേ സാങ്കേതിക പദങ്ങൾ. പേരുകൾ പലതാണെങ്കിലും ലക്ഷ്യമൊന്നാണ്. ആണിനും പെണ്ണിനും ഒരുമിച്ച് യാത്ര ചെയ്യണം, ഒരുമിച്ച് അവരുടെ സ്വകാര്യതകൾ പങ്കുവെക്കണം, രാത്രി വൈകുവോളം അവർക്ക് ചാറ്റ് ചെയ്യണം. അഥവാ ആ അകലം വളരെയധികം കുറഞ്ഞത് കോളേജിൽ മാത്രമല്ല, സ്കൂളുകളിൽ മാത്രമല്ല. ഞാൻ തുടർച്ചയായി 1-2 വിവാഹ സദസ്സുകളിൽ ഭക്ഷണം കൊടുക്കുന്നിടത്ത് മുമ്പൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ മറയുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ ടേബിളുകൾക്ക് നടുവിൽ ഭക്ഷണം വിളമ്പി വെക്കുന്ന ആളുകൾക്ക് മുഖാമുഖമായി ഒരുപാട് ആളുകൾക്ക് ഇരിക്കാവുന്ന രൂപത്തിൽ 4-5 ടേബിളുകൾ സംവിധാനിക്കുന്ന ഡൈനിങ് സംവിധാനം, ഭക്ഷണ വിതരണ രീതി. അവിടെ ഒരേ ടേബിളിനിടയിൽ സ്ത്രീകളും പുരുഷന്മാരും മുഖാമുഖം, അഭിമുഖം, അടുത്തൊക്കെ ഇരിക്കുന്ന രൂപത്തിലേക്ക് നല്ല മതബോധമുണ്ടെന്ന് നമ്മൾ കരുതുന്ന കുടുംബങ്ങളിൽ നടക്കുന്ന കല്യാണ സദസ്സുകളിൽ അവിടുത്തെ ഭക്ഷണം വിളമ്പുന്ന രീതി ഏതാണ്? സ്ത്രീ പുരുഷന്മാർ ഇരിക്കുന്നിടത്ത് മറ ഒഴിവാക്കുകയാണ്. ഞാൻ പറയുന്നത്, എവിടെയാണ് നമുക്ക് ഇങ്ങനൊരു മാറ്റം വേണമെന്ന് എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങി?
നിലവിലുള്ള സ്ഥിതി മാറണമെന്ന് ചിന്തിച്ചു തുടങ്ങുന്ന പോയിന്റ് എന്താണ്? നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ആ പ്രേരണ എന്താണ്? മോട്ടീവ് എന്താണ്? ആൺ പെൺ അകലം അത്ര ശക്തമായ നിലക്ക് ഇവിടെ കുറഞ്ഞു പോവുകയും ഒരു നിലക്കും അതിനൊന്നും ഒരു നിയന്ത്രണവും വേണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ, ഒരു സമൂഹം ഇവിടെ വളർന്നു വരികയും ചെയ്യുന്ന ആ നിലക്ക് ഒരു അകലവും പാലിക്കാത്ത, പരസ്പരം ഭയങ്കരമായി മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യം ഇനിയും അവസാനിക്കുന്നില്ല. ലഹരിയുടെ ഉപയോഗം ഇവിടെ വ്യാപകമായി വർദ്ധിച്ചു. നമ്മളതിൻ്റെ ഏറ്റവും അവസാനത്തെ രക്തസാക്ഷിയുടെ ചരിത്രം, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ രക്തസാക്ഷിയുടെ വാർത്തകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർണാടക ഇലക്ഷൻ റിസൾട്ട് വന്നതോടുകൂടി പതുക്കെ നമ്മളൊന്ന് ഒരല്പസമയത്തേക്ക് അത് മറന്നുപോയി. തെക്കൻ കേരളത്തിലെ ഒരു ജൂനിയർ ഡോക്ടർ അവർ കൊല്ലപ്പെട്ടു. ആരാണ് കൊലയാളി? ഡോക്ടർ കൊല്ലപ്പെട്ടതിൻ്റെ ചർച്ചകളിലേക്ക് നമ്മൾ പോയപ്പോൾ കൊലയാളിയെ നമ്മൾ മറന്നുപോയി. എന്താ കാരണം? ലഹരിക്കടിമയായിരുന്നു. ലഹരി ഉപയോഗിച്ച് പ്രശ്നമുണ്ടാക്കി ചികിത്സ വേണമെന്ന്, പിന്നെ ആശുപത്രിയിൽ പോകണമെന്ന് പോലീസിനെ വിളിച്ചാവശ്യപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താ സംഭവം നമുക്കറിയില്ല. എന്തായിരുന്നാലും വന്നു, ആളുകൾ ആക്രമിച്ചു, ഒരു പെൺകുട്ടി അതിനിരയായി. ഒരു പെൺകുട്ടിയുടെ വാർത്ത നമ്മൾ സജീവമായ ചർച്ചയ്ക്ക് വിധേയമാക്കി. ഒരുപാട് ഭാര്യമാർ ഈ ലഹരി അഡിക്റ്റുകളുടെ പീഡനങ്ങൾക്ക്, അക്രമങ്ങൾക്ക് ഓരോ ദിവസവും ആയിരക്കണക്കിന് ഭാര്യമാർ വിധേയരാകുന്നുണ്ട്. 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ വിധേയരാകുന്നുണ്ട്. ലഹരി അതിമാരകമായ രൂപത്തിലാണ് നമ്മുടെ നാട്ടിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അതിശക്തമായ രൂപത്തിലാണ് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ചില വാർത്തകൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കിടയിൽ വന്ന ചില വാർത്തകളുണ്ട്. എന്തറിയോ? തിരുവനന്തപുരത്ത് ഒരു ലഹരി കാറിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നാണ്. തിരുവനന്തപുരത്ത് കാറിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. എത്രയാണ് പിടിച്ചതെന്നറിയാമോ? 100 കിലോ, 1 കിൻഡൽ. ഒരു 4 ദിവസം മുമ്പ് ഒന്ന് വാർത്തയാണ്. 1 കിൻഡലാണ് പിടിച്ചത്. ഇനി അവസാനിക്കുന്നില്ല. കോഴിക്കോട് 20 ലക്ഷത്തോളം രൂപയുടെ MDMA-യുമായി 2 പേർ പിടിയിൽ. തൊട്ടടുത്ത ദിവസങ്ങളിലെ വാർത്തകൾ മാത്രമാണ് ഉദ്ധരിക്കുന്നത്. 20 ലക്ഷത്തിൻ്റെ MDMA. എറണാകുളത്ത് MDMA-യുമായി യുവതിയും യുവാവും പിടിയിൽ. ചില വാർത്തകളിലൂടെ ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്. നെയ്യാറ്റിൻകരയിൽ വീടിനു സമീപം കഞ്ചാവ് നട്ടു വളർത്തിയ യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. സ്വന്തം വീടിനകത്ത് തന്നെ കഞ്ചാവ് കൃഷിയാണ്. MDMA-യുമായി 3 പേർ പിടിയിൽ എന്ന് പറയുന്ന മറ്റൊരു പത്രം റിപ്പോർട്ട് ചെയ്യുന്ന 25, 26, 22 വയസ്സുള്ള 3 യുവാക്കളെ സംബന്ധിച്ചുള്ളൊരു വാർത്ത കാണുന്നുണ്ടായി. ഒഡീഷയിൽ നിന്ന് തൃശ്ശൂരിലേക്ക്, നമ്മുടെ ജില്ലയിലേക്ക് കടത്തിയ 221 കിലോ കഞ്ചാവ് പിടികൂടി. 4 പേർ അറസ്റ്റിൽ. ഞാൻ പറഞ്ഞതേ, 10 ഗ്രാമിൻ്റെ, 100 ഗ്രാമിൻ്റെ, 25 ഗ്രാമിൻ്റെ കഥകളല്ല നമ്മൾ കേൾക്കുന്നത്. 221 കിലോ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ 2 കിൻഡലും അല്ലേ, 21 കിലോഗ്രാമും. അതിൻ്റെ പിന്നെ ക്വാണ്ടിറ്റി എത്രയാണ്? 100 കിലോ ആണ് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് പിടിച്ചത്. മുമ്പ് ബീഹാറിൽ എത്രയോ ടൺ കഞ്ചാവ് ഒരുമിച്ച് കത്തിച്ചു. അത് കത്തിച്ച് അതിൻ്റെ പുക ഉയർന്ന് അന്തരീക്ഷത്തിൽ, അതിൻ്റെ പരിസരത്തുള്ള ആളുകൾക്ക് അവരുടെ സാധാരണ ജീവിതം പ്രയാസപ്പെട്ടു എന്നാണ്. അത്ര വലിയ ക്വാണ്ടിറ്റി, അളവ് ഈ സാധനം കൂട്ടിയിട്ട് കത്തിക്കാൻ മാത്രം പിടിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞത്, പിടിക്കപ്പെടാത്ത എത്ര ഉണ്ടാകും? ഇനി ഇത് മാത്രമാണെങ്കിൽ തന്നെ ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? 2 കിൻഡലും 3 കിൻഡലും കഞ്ചാവ് എവിടേക്കാണ് പോകുന്നത്? ആരാണ് ഇതിൻ്റെ ഉപയോക്താക്കൾ? ഈ കൊച്ചു കേരളത്തിൽ 3.5 കോടി ജനങ്ങളുള്ള ഒരു കൊച്ചു 14 ജില്ലകളുള്ള ഒരു ചെറിയ സംസ്ഥാനം, അവിടെയാണ് 2-3 കിൻഡൽ കഞ്ചാവ് ഓരോ ദിവസവും പിടിക്കപ്പെടുന്നത്. MDMA പോലെയുള്ള മാരകമായ സിന്തറ്റിക് ലഹരി പിടിക്കപ്പെടുന്നത്. ഒരു പോലീസ് കേസുമായി ബന്ധമുള്ളൊരു ഒരു 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 കാര്യത്തിൽ ഇടപെടേണ്ടി വന്നു. അത് വളരെ ചെറുപ്രായത്തിൽ
വളരെ ചെറുപ്രായത്തിൽ, ഒരു UP പ്രായത്തിലുള്ള ഒരു കുട്ടി 1 കൊല്ലമായി കഞ്ചാവും MDMAയും ഉപയോഗിക്കുകയും തൻ്റെ സ്കൂളിലെ താഴെ ക്ലാസ്സിൽ പഠിക്കുന്ന, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കത് വിതരണം ചെയ്യുകയും ചെയ്ത ഒരു സംഭവം കേൾക്കുണ്ടായി. അൽഹംദുലില്ലാഹ് കുട്ടികൾ രക്ഷപ്പെട്ടു. അള്ളാഹു ഹിദായത്ത് നിലനിർത്തുമാറാകട്ടെ. ഒന്നാലോചിച്ച് നോക്കും, വളരെ ചെറിയ പ്രായത്തിൽ കേരള നിയമസഭയിൽ വലിയ ചർച്ചയുണ്ടായി. എന്താ ചർച്ച? ലഹരി കേരളം മുങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ഒരു കണക്ക് പറഞ്ഞത് 2000 കുട്ടികളെ വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെൻ്ററിൽ എത്തിച്ചു എന്നാണ്. 2000 കുട്ടികളെ. അപ്പോൾ ആ റിപ്പോർട്ട് വിശദമായി കിട്ടാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ 8000-ലധികം കുട്ടികൾ, ചെറുപ്രായത്തിലുള്ള കുട്ടികൾ ലഹരി ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വിമുക്തി ടെലിഫോൺ കൗൺസിലിങ്ങും 2000-ലധികം കുട്ടികൾക്ക് ഈ ഡി അഡിക്ഷൻ സെൻ്ററിലെ കൗൺസിലിങ്ങും നൽകിയതാണ്. 10,000-ലധികം വരുന്നു ഏകദേശം ഒരു 3-4 വർഷത്തിനിടയിൽ. പറഞ്ഞത് ലഹരി ഇവിടെ വ്യാപിക്കുന്നു, സ്ത്രീ പുരുഷ അകലം കുറയുന്നു, സ്വർഗാനുരാഗം മുട്ടിട്ട് വളരുന്നു. നിങ്ങൾ നോക്കിൻ, കോഴിക്കോട് ഇവിടെ ഒരുപക്ഷെ ബാസിലിൻ്റെ നേരത്തുള്ള സംസാരത്തിൽ വന്നോന്ന് എനിക്കറിയില്ല. കോഴിക്കോട് ഒരു ക്ലാസ് സംഘടിപ്പിച്ച ഒരു സഹോദരിയുടെ വോയിസ് പുറത്തു വന്നിരുന്നു. കുട്ടികളോട് അഭിപ്രായങ്ങളും സംശയങ്ങളും തുറന്നെഴുതാൻ പറഞ്ഞപ്പോൾ അവരെഴുതി. അതിലൊരു കുട്ടി പറഞ്ഞത്, പേര് വെക്കാതെ എഴുതാം, ഞാനൊരു ലെസ്ബിയനാണ്. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ എന്താ? പെൺകുട്ടിക്ക് പെൺകുട്ടിയോട് തോന്നുന്ന അനുരാഗം. അഥവാ ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിച്ചോളാം. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ കുട്ടികളിൽ മുള പൊട്ടുന്ന ചിന്തകളെ സംബന്ധിച്ച്. ഞാനൊരു ഗേ ആണെന്ന് തുറന്നു പറയാൻ മടിയില്ലാത്തവർ. കേരളത്തിൽ ഒരു ലെസ്ബിയൻ വിവാഹമുണ്ടായി. 2 പെൺകുട്ടികൾ. BBC അവരുടെ വിവാഹം വാർത്തയാക്കി. BBC എന്ന് പറയുന്ന ലോക നിലവാരത്തിലുള്ള ബ്രിട്ടനിൽ നിന്നുള്ള ചാനൽ അത് വാർത്തയാക്കി. 2 പെൺകുട്ടികൾ ഞങ്ങൾ ഇനി മുതൽ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്, ഇണയായി വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുകയാണെന്ന്. എങ്ങോട്ടാണ് ഈ സമൂഹം പോകുന്നത്? ആരാണ് വില്ലൻ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വർദ്ധിക്കുന്ന ലഹരിക്ക്, അകലം കുറയുന്ന ആൺ പെൺ ബന്ധങ്ങൾക്ക്, മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന തന്നിഷ്ടങ്ങൾക്കനുസരിച്ചാവണം തൻ്റെ ജീവിതം എന്നൊരു അധ്യാപകൻ ഷെയർ ചെയ്യാണ്. കുറച്ച് ദീനിബോധമുള്ളൊരു അധ്യാപകൻ, കുട്ടി വന്ന് രക്ഷിതാവിൻ്റെ യോഗം വിളിച്ച് രക്ഷിതാവും കുട്ടിയും തമ്മിൽ നിൽക്കുമ്പോൾ അധ്യാപകൻ കുട്ടിയോട് സ്വകാര്യത്തിൽ ചോദിച്ചു, ഈ തലയിൽ തട്ടട്ടൂടെ? ഇപ്പോൾ വാപ്പ പറയാണ്, സാർ ഇറക്കതൊന്ന് പറഞ്ഞു കൊടുക്കണം. മാഷ് ഇടക്ക് എൻ്റെ മകളോട് ഈ വാപ്പാക്കത് പറയാനുള്ള ധൈര്യമില്ല. അല്ലെങ്കിൽ വാപ്പ പറഞ്ഞിടത്തല്ല മക്കൾ. ഉമ്മ നൽകുന്ന മതോപദേശങ്ങൾക്ക് അപ്പുറത്താണ് മക്കളുടെ ചിന്ത. തൻ്റെ ഇഷ്ടമാണ്, ഞാൻ ടൂർ പോകണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ പോകും, ഞാൻ എന്ന വസ്ത്രം വാങ്ങിക്കണമെന്ന് തീരുമാനിച്ചാൽ ഞാനത് വാങ്ങും. അവിടെ വാപ്പ തടസ്സം നിൽക്കാൻ പാടില്ല, അവിടെ ഉമ്മ തടസ്സം നിൽക്കാൻ പാടില്ല. അത് എൻ്റെ ഇഷ്ടത്തിനെതിരാണ്. ഞാൻ പറയുന്നത്, എങ്ങനെ ഈ ആളുകളുടെ മനഃശാസ്ത്രം എന്തുകൊണ്ടിങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ലോകത്താകമാനം നിലനിൽക്കുന്ന ഈ മൈ ബോഡി മൈ റൂൾ എന്ന് പറയുന്ന ഒരു ചിന്തയാണ്. മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന സ്വതന്ത്രവാദത്തിൻ്റെ മോട്ടോയാണ്. എൻ്റെ ശരീരം എൻ്റെ നിയമം, ഇവിടെ എൻ്റെ നിയമം മതി, വേറൊരാളും ഇങ്ങോട്ട് വരണ്ട. എൻ്റെ ശരീരമാണ്, എൻ്റെ ഇഷ്ടമാണ്, മറ്റൊരാളും ഇങ്ങോട്ട് കടന്നു വരേണ്ടതില്ല. ഇതാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. ഇവിടെ നിലനിൽക്കുന്ന എല്ലാ ഇത്തരം കുത്തഴിഞ്ഞ ജീവിതങ്ങളുടെയും പിന്നിൽ ഈ ആശയമാണുള്ളത്, ഈ ചിന്താധാരയാണുള്ളത്. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഇത് കടന്നു വരുന്ന വഴി ഏതാണെന്ന് പറയാം. അതിനു മുമ്പ് ഇത് എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടെത്തിക്കുക? ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മുളയിൽ നുള്ളിക്കളയാൻ കഴിയാവുന്ന സ്റ്റേജിലായിരിക്കും പലതും ഉണ്ടാവുക. ഇപ്പം നമുക്ക് പിടിക്കാൻ പറ്റും അല്ലേ? ഒരു ക്ലാസ് മുറിയിലെ
50 കുട്ടിയുണ്ടെങ്കിൽ 35 കുട്ടിക്കും ഒരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടാകും, ഒരു കണക്ഷൻ ഉണ്ടാകും. നേരത്തെ പറഞ്ഞില്ലേ, അതെൻ്റെ ബെസ്റ്റിയാണെന്ന് പറയുന്നു, അതെ എനിക്ക് ക്രഷ് ഉണ്ടെന്ന് പറയുന്നു, എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നു. രക്ഷിതാക്കൾ പോലും അത് ഉൾക്കൊള്ളുകയാണ് അല്ലേ. ചാറ്റിൻ്റെ അങ്ങേയറ്റത്ത് ആൺകുട്ടിയുടെ വാട്സാപ്പ് ചാറ്റിൻ്റെ അങ്ങേയറ്റത്ത് ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്തിനിത് എന്ന് ചോദിക്കാനുള്ള ധൈര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പെൺകുട്ടിയുടെ ഫോണിൻ്റെ അങ്ങേയറ്റത്ത് ഒരു ആൺകുട്ടിയാണെങ്കിൽ ആരോടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ധൈര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ മനസ്സറിയാതെ ഇതിനോട് സമരസപ്പെട്ടു പോവുകയാണ്. നിങ്ങൾ നോക്കിൻ, ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താ കുഴപ്പം? പ്രണയമെന്ന് പറയുന്നത് ഒരു മഹാസംഭവമല്ലേ? അതിനെ എന്തിനാണ് മോശമായി കാണുന്നത്? അതിലെന്തോ ദിവ്യമായ എന്തൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഈ സിനിമക്കാരും ചില എഴുത്തുകാരും ഒക്കെയാണ് അതിനെങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാറുള്ളത് അല്ലേ. അതിനെന്താ കുഴപ്പം? അതിനെന്തിനാ മോശമായി കാണുന്നത്? അത് അവൻ്റെ ഇഷ്ടമല്ലേ, അത് അവളുടെ ഇഷ്ടമല്ലേ. എൻ്റെ വ്യക്തി ജീവിതത്തിൽ നീ എന്തിനാ ഇടപെടുന്നത്? അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നീ എന്തിനാ കൈകടത്തുന്നത്? സ്വന്തം വാപ്പാക്കു പോലും മക്കളെ ഉപദേശിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്, ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. കാലഘട്ടത്തിലല്ല പ്രശ്നം, ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തി അല്ലേ. എൻ്റെ അവകാശത്തിൽ നിങ്ങൾ കൈയിടരുത് എന്ന് മക്കൾ മാതാപിതാക്കളോട് അധ്യാപകരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്ന വല്ലാത്തൊരവസ്ഥ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുമ്പോൾ ഒരു തർക്കമാണ് അല്ലേ. ബഹളം ഉണ്ടാകുമ്പോൾ എന്താണെന്നറിയാൻ എല്ലാവർക്കും ഒരാകാംക്ഷ ഉണ്ടാകും. ഒരാൺകുട്ടിയോടും ഒരു പെൺകുട്ടിയോടും ഒരു മുതിർന്ന സ്ത്രീ സംസാരിക്കുന്നു. ഇവർ രണ്ടുപേരും അവരുടെ ആ ചേഷ്ടകൾ ഈ സ്ത്രീക്ക്, മുതിർന്ന സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്ന് വിട്ടുനിന്നുകൂടെ എന്ന് ചോദിച്ചു. അവർ ഈ സ്ത്രീയോട് കയർത്തു, ദേഷ്യപ്പെട്ടു. ഞാൻ സാക്ഷിയാണ്. ദേഷ്യപ്പെട്ട് സംസാരിച്ചു. എന്നിട്ടോ അവസാനം ഭയങ്കര തർക്കമായി. ഒരാൾ മധ്യസ്ഥത പറഞ്ഞു. എന്താ മധ്യസ്ഥ എന്നറിയാമോ? ആ മുതിർന്ന സ്ത്രീയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇടപെടണ്ട, പ്രശ്നമാകും. നിങ്ങൾ സദാചാര പോലീസ് കളിച്ചു എന്ന് നിങ്ങൾക്കെതിരെ കേസ് വരും. ആ സ്ത്രീ പേടിച്ചു, മുഖം മാറി, വളരെ പെട്ടെന്ന് പിൻവാങ്ങി. നോക്കിൻ, ഒരധാർമികതയിൽ ഇടപെടുന്നവന്റെ മേൽ സദാചാര ഗുണ്ടായിസത്തിന്റെ ചാപ്പ കുത്തുകയാണ്. മിണ്ടാൻ പാടില്ലായിരിക്കും ഇവിടെ എന്നുള്ളതാണ് അവസ്ഥ. ഏതെങ്കിലും അറിയാവുന്ന 2 സുഹൃത്തുക്കളുടെ ആണും പെണ്ണും മക്കൾ ഒരുമിച്ചൊരു ബീച്ചിലിരിക്കുന്നത്, നിങ്ങൾ എന്താ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നീ ആരാണത് ചോദിക്കാൻ? സദാചാര പോലീസ് കളി ഇവിടെ വേണ്ടെന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടത്. മിണ്ടാൻ പാടില്ലാത്ത അവസ്ഥ. ചുംബന സമരങ്ങളുടെ തുടക്കം എന്തായിരുന്നു? ഷഫീ സുബായിയുടെ സംസാരത്തിൽ വന്നു, ഞാൻ നേരത്തെ കേട്ടു. ചുംബന സമരങ്ങളുടെ തുടക്കം ഒരു ഹോട്ടലിൽ ഏതൊക്കെയോ കവിതാക്കൾ വന്നിരുന്ന് ചുംബിക്കുന്നതിനെ കുറച്ചാളുകൾ ചോദ്യം ചെയ്ത ആളുകളുടെ ഇന്റൻഷൻ വേറെയായിരിക്കാം. അതല്ല നമ്മുടെ ഇപ്പോഴത്തെ ചർച്ച. എന്നിട്ട് അത് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, ഹോട്ടൽ മുറിയിലല്ല, ഞങ്ങൾ അങ്ങാടിയിൽ ചുംബിക്കും, ഞങ്ങൾ ബീച്ചിൽ ചുംബിക്കും, നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും? നിങ്ങൾ സദാചാര പോലീസ് കളിക്കണ്ട. സ്വന്തം വാപ്പാക്കെതിരെ സദാചാര ഗുണ്ടായിസത്തിന്റെ ആയുധം മക്കൾ പ്രയോഗിക്കുന്ന കാലമാണിത്. അധ്യാപകർക്ക് ഭയമാണ്, ഇടപെടാൻ പേടിയാണ്. എന്ത് നിലക്കാണ്, ഏത് കേസിലേക്കാണ് ഇവരെ നമ്മളെ കൊണ്ടുപോവുക എന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തപ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്താ കുഴപ്പം? ഒന്ന് കൈ കൊടുത്താൽ എന്താ കുഴപ്പം? ഒന്ന് ചുംബിച്ചാൽ എന്താ കുഴപ്പം? ഒന്ന് കൂടെ കിടന്നാൽ എന്താ കുഴപ്പം? അവരുടെ ലോകമാണ്, അവരുടെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൻ്റെ ചില കുഴപ്പങ്ങൾ ഒന്ന് നമ്മൾ കാണണം. നിങ്ങൾ നോക്കി, എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ഇങ്ങനെ പ്രണയത്തിലേർപ്പെട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ച് പിന്നീട് അവരുടെ പര്യവസാനം എന്തായിരുന്നു? ഞാനൊരു 3-4 വാർത്തകൾ ഒന്നിങ്ങനെ ഓടിച്ചു വായിക്കാം. മലപ്പുറത്ത് അമ്മ നവജാത ശിശുവിനെ കഴുത്തറുത്തു കൊന്നു. അതിൻ്റെ കാരണം എന്താ അറിയോ? എന്താണ്? അവിഹിതത്തിലൂടെ കുട്ടിയുണ്ടായി, പിന്നെ ആ കുട്ടിയെ കൊന്നു. ഇനിയുണ്ട്, എന്താണ്? അവിഹിത ഗർഭം പുറത്തറിയാതിരിക്കാൻ നവജാത ശിശുവിനെ കൊന്ന് മൃതദേഹം ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ചു. 23-കാരിയായ അമ്മ അറസ്റ്റിൽ. ഇത് ഇങ്ങനത്തെ കുറേ വാർത്തകളുണ്ട്, മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. പാറമടയിൽ കുഞ്ഞിനെ എറിഞ്ഞു കൊന്നത് അവിഹിതം പുറത്തറിയാതിരിക്കാൻ. എന്താ ചോദ്യം? എന്താ പ്രശ്നം എന്നല്ലേ?
എന്താ കുഴപ്പമെന്നല്ലേ? ഇനി നോക്കിൻ, ചെന്നൈയിലെ പ്രണയക്കൊല ആവർത്തിച്ചു കണ്ടു. കഴുത്തെറുക്കാൻ ഒരാഴ്ചത്തെ ഒരുക്കം. കേരളത്തിലൊരു സംഭവം ഉണ്ടായതാണ്. ചെന്നൈയിൽ ഒരുത്തൻ പ്രണയക്കൊലപാതകം നടത്തി. പ്രണയക്കൊലപാതകം, നിങ്ങൾ ആ വേർഡൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിൻ. കഴിഞ്ഞ 15 കൊല്ലത്തിനിടയിൽ ഇന്ത്യ രാജ്യത്ത് 45,000 പ്രണയക്കൊലപാതകങ്ങളാണ് ഉണ്ടായത്. അല്ലേ? ഭയങ്കര ഇഷ്ടമാണ്, തേനും ചക്കരയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. അവസാനം ഇവനക്ക് വിചാരിക്കും ഇവളെ വേണ്ട, പിന്നെ അടുത്ത പടി ഇവളെ കൊല്ലല. ശ്രദ്ധ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് വലിയ ചർച്ചയുണ്ടായ ഒരു കൊലപാതകമുണ്ടായി എടുത്ത്. ശ്രദ്ധ, ഡൽഹിയിലെ ശ്രദ്ധ എന്ന് പറയുന്ന പെൺകുട്ടി, അവളുടെ തിരോധാനം കാണാനില്ല. അവസാനം എത്തിപ്പെട്ടത് അഫ്താബ് എന്ന് പറയുന്ന അവളുടെ അവർ ലിവിങ് ടുഗദറാണ്, ഒരുമിച്ച് ജീവിക്കുന്ന, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഇവനെന്താ ചെയ്തെന്നറിയാമോ? ഇവൻ ഇവളെ കൊന്നു. കൊന്നിട്ട് തെളിവ് നശിപ്പിക്കണമല്ലോ. ആ മൃതശരീരം 35 കഷ്ണങ്ങളാക്കി 5-6 ദിവസം അവൻ്റെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. ഇതിങ്ങനെ വായിച്ച അങ്ങനത്തെ ഒരുപാട് വാർത്തകളുണ്ട്. പെട്രോൾ കത്തിച്ചു കൊന്നത്, കൊഴിച്ച് കത്തിച്ചു കൊന്നത്, വെടിവെച്ചു കൊന്നത് കേരളത്തിലാണ് നമ്മൾ കണ്ടത്. പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ തൻ്റെ ആ പെൺകുട്ടി ഒരു ഡോക്ടറായിരുന്നു. അതും പുറത്തിറങ്ങി വരുന്ന വഴിക്കു നേരെ പറ്റാവുന്ന രൂപത്തിലൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് അവളെ ഷൂട്ട് ചെയ്തു, കൊന്നുകളഞ്ഞു. പറഞ്ഞത് എന്താ കുഴപ്പമെന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണത്. ഈ വൈവാഹിക ബന്ധങ്ങൾക്കപ്പുറമുണ്ടാകുന്ന അവിഹിതങ്ങളുണ്ടല്ലോ, അതിൻ്റെ പിന്നിലെ താല്പര്യം ചൂഷണമാണ്. കൈ കൊടുക്കുമ്പോൾ പെണ്ണ് നിഷ്കളങ്കനായിരിക്കും. ആണിനെ സംബന്ധിച്ചിടത്തോളം അവനത് ആസ്വദിക്കുകയാണ്. മുന്നിൽ വന്നിരിക്കുമ്പോൾ പെൺകുട്ടി ഒരു സുഹൃത്ത് എന്ന നിഷ്കളങ്ക മനോഭാവത്തോടു കൂടിയായിരിക്കും. അവനവളെ കണ്ടാസ്വദിക്കുകയാണ്, തൊട്ടാസ്വദിക്കുകയാണ്, ചാറ്റിങ്ങിലൂടെ ആസ്വദിക്കുകയാണ്. അവൻ്റെ ഉള്ളിലൊരു വികാരമുണ്ട്. അത് അല്ലാഹു ഒരു പുരുഷന് ജന്മന ഇട്ടുകൊടുത്തതാ. അതുണ്ടെങ്കിലേ വൈവാഹിക സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുള്ളൂ, കുടുംബ സംവിധാനം ഇവിടെ നിലനിൽക്കുള്ളൂ. വെറുതെ കുടുംബമുണ്ടാകാൻ വേണ്ടി, കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി മാത്രം ആരും കല്യാണം കഴിക്കൂല. അവരുടെ ശാരീരികമായ ചില ആവശ്യങ്ങളുണ്ട്, അത് പടച്ചു അതിനിട്ട് കൊടുത്തത്. പക്ഷേ ഒരു സ്ത്രീയെ കാണുമ്പോൾ, അവളുടെ നഗ്നത കാണുമ്പോൾ അത് ഉണരും. അവളുടെ ശരീരം അപകടത്തിലാകും, അവളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോകും. എന്നിട്ട് ഇവളെങ്ങനെ ഉപയോഗിച്ച് മടുക്കുമ്പോൾ അവസാനം എന്താ ചെയ്യുക? 5 കത്തികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അഫ്താബ് തൻ്റെ പെൺ സുഹൃത്തിനെ കൊന്നുകളഞ്ഞത് എന്നാ പറയുന്നത്. എന്താ കുഴപ്പം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിൻ. ഇത്ര ക്രൂരമായ ഈ എന്താ പറയുക അറുംകൊലകൾ കേരളത്തിൽ എത്രയാണ് ഉണ്ടായത്? തൻ്റെ ഭാര്യയെയും കുട്ടികളെയും ബൈക്കിൽ കയറ്റി ഓടിച്ചു പോയി പുഴയിലേക്ക് ബൈക്കും ഭാര്യയെയും കുട്ടികളെയും തള്ളിയിട്ട് അവൻ ചാടി രക്ഷപ്പെട്ടു. വാഹനാപകടമാണ്, പക്ഷെ അവൻക്ക് വേറൊരു ബന്ധമുണ്ടായിരുന്നു. അല്ലേ? ഇഷ്ടമുള്ളവൻ്റെ കൂടെ ജീവിച്ചൂടെ, ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിച്ചൂടെ എന്നാ ചോദിക്കുന്നത്. അരും കൊലകളുടെ, ക്രൂരതകളുടെ ഒരു ലോകമാണ് ഇവിടെ ഈ ലിബറൽ ആശയക്കാർ ഇവിടെ തീർക്കുന്നത്. അവസാനിക്കുന്നില്ല. ഇവിടെ LGBTQIA++ എന്ന് പറയുന്ന സ്വതന്ത്ര ലൈംഗികതയുടെ, പുതിയ ജെൻഡർ തിയറിയുടെ ആശയങ്ങൾ നമ്മൾ കുറച്ചു കാലമായി ചർച്ച ചെയ്തിരുന്നു. നോക്കിൻ, ആണും പെണ്ണും മാത്രമല്ല, എതിർ ലൈംഗികതയല്ല മാത്രമല്ല, ഇവിടെ അതിന് അനന്ത സാധ്യതകളുണ്ട്. പെണ്ണും പെണ്ണും കല്യാണം കഴിക്കട്ടെ, ആണും ആണും കല്യാണം കഴിക്കട്ടെ. വേണമെങ്കിൽ ഒരാൾക്ക് ആണിനോടും പെണ്ണിനോടും താല്പര്യം തോന്നാം, മൃഗത്തോട് താല്പര്യം തോന്നാം. പ്ലസ് 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 എന്ന് കുറെ പ്ലസ് ഇട്ടിട്ടുണ്ട്. അതിവിടെ കേരളത്തിൽ പറയാൻ പലർക്കും മടിയാണ്. മൃഗത്തോട് ലൈംഗികതയാവാം, നെക്രോഫീലിയ, ചത്ത് കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന മയ്യത്തിനോട് ലൈംഗികതയാവാം. പുതിയ സ്വതന്ത്രവാദക്കാരൻ്റെ കാഴ്ചപ്പാടുകളാണ്. വൃത്തികെട്ട, യാതൊരുവിധ ഉളുപ്പുമില്ലാത്ത സംസ്കാരം. അത് ഭയങ്കര സംഭവമായി, പുരോഗമനമായി, പുതിയ കാലത്തിൻ്റെ ചിന്തയായി, ഉയർന്ന സംസ്കാരമായി നമ്മുടെ നാടുകളിലേക്ക് അവർ കൊണ്ടുവരികയാണ് ഈ വൃത്തികെട്ട ആശയത്തെ. മൃഗത്തോടും ശവത്തോടും സ്വന്തം മാതാവിനോടും അല്ലേ, ഞങ്ങളുടെ പറുദീസയായി ഫ്രാൻസും പാരീസും ഒക്കെ അവതരിപ്പിക്കുമ്പോൾ അവിടെ ഇൻസെസ്റ്റ് നിലവിലുണ്ട്. അവിടെ വിശദീകരിച്ചു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതാണ് ഇവരുടെ സ്വപ്നലോകം എന്ന് പറയുന്നത്. എന്താണ്? യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാത്ത ലൈംഗികത എന്ന് പറയുന്നത്. ഇതൊക്കെ ലോകത്തിന് എന്താ സംഭവിച്ചത്? അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? അത് ഒരാളുടെ ഇഷ്ടമല്ലേ, ഒരാളുടെ താല്പര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അതിൻ്റെ കുഴപ്പങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ജെൻഡർ ആത്മഹത്യകൾ കേരളത്തിൽ പെരുകി.
പ്രവീൺ എന്ന് പറയുന്ന ഒരു ട്രാൻസ്മാൻ ആത്മഹത്യ ചെയ്തു. അല്ലേ? കാരണങ്ങൾ അന്വേഷിച്ചു പോകുന്നില്ല, വിശദമായ പഠനങ്ങൾ നടക്കുന്നില്ല. ലോകത്തെമ്പാടും പഠനങ്ങളെ ഈ ഇത്തരം LGBT ആക്ടിവിസ്റ്റുകൾ ഇവരുടെ ഈ ജെൻഡർ പൊളിറ്റിക്സിന്റെ ഗുണ്ടായിസ രാഷ്ട്രീയം തടഞ്ഞു വെക്കുകയാണ്. ഇതൊക്കെ പഠനങ്ങൾ നടന്ന പല പ്രശ്നങ്ങളുണ്ടാകും. അല്ലേ? ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ ആണിനെ പെണ്ണും പെണ്ണിനെ ആണുമാക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഈ സദസ്സിൽ ഉന്നയിച്ചാൽ ഇവിടുത്തെ ചെറുപ്പക്കാരായ കുട്ടികളിൽ ചിലരെങ്കിലും പറയും അത് സാധ്യമാണെന്ന്. ഞാനൊരു ക്യാമ്പിൽ ചോദിച്ചു, 60ഓളം കുട്ടികളുള്ള ഒരു ക്യാമ്പിൽ പകുതിയോളം കുട്ടികൾ പറഞ്ഞത് അത് സർജറിയിലൂടെ ആണിനെ പെണ്ണും പെണ്ണിനെ ആണുമാക്കി മാറ്റാൻ കഴിയുമെന്നാണ്. ഇത് പുതിയ കാലമാണ്, ലിംഗമാറ്റ സർജറികളുണ്ട് എന്നാണ്. നടക്കാത്ത കാര്യമാണ്. അല്ലേ? സ്ഥലം മുറിച്ചു മാറ്റി സ്ത്രീയുടെ ഹോർമോണുകൾ കുത്തിക്കയറ്റി വലിയ പ്രത്യാഘാതങ്ങളുള്ള, വലിയ ശരീരത്തിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഹോർമോൺ ട്രീറ്റ്മെന്റുകൾ നടത്തി, അല്ലേ? പുരുഷന്റെ ലിംഗം എടുത്തു മാറ്റിക്കളഞ്ഞ് സ്ത്രീയുടെ ലിംഗത്തോട് സമാനമായി തോന്നിപ്പിക്കുന്ന ഒരു വസ്തു ഫിറ്റ് ചെയ്ത് അത് പലപ്പോഴും കുടലിന്റെ കഷ്ണമെടുത്ത് അവിടെ വെച്ചു കൊടുക്കുന്നതാണ്. ഒരാത്മഹത്യയെക്കുറിച്ച് ഒരു ഡോക്ടർ എഴുതിയ കുറിപ്പ് ഞാൻ വായിച്ചു. കുടലിന്റെ ഒരു പീസ് എടുത്ത് സ്ത്രീക്ക് പുരുഷനെ സ്ത്രീയാക്കി മാറ്റാൻ വേണ്ടി യോനിയുടെ രൂപമുണ്ടാക്കാൻ തുന്നിപ്പിടിപ്പിച്ചു. അതിൻ്റെ നാരുകളിൽ നിന്ന് എന്ത് ചെയ്തു? കുടൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ പുറത്തു വന്നു. ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എങ്ങോട്ടാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? ഈ സ്വതന്ത്ര ലൈംഗികത ലോകത്തിന് എന്താണ് സമ്മാനിച്ചത്? ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ കണക്കുകളുണ്ട്. അല്ലേ? ഇവിടെ നാസ്തികരായ, നിരീശ്വരവാദികളായ, ലിബറലുകളായ ആളുകൾ പറയാറുള്ളത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ കുറിച്ച്, ഫിൻലൻഡിനെ കുറിച്ച്, ന്യൂസിലാൻഡിനെ കുറിച്ച്, ഡെൻമാർക്കിനെ കുറിച്ച്, സ്വീഡനെ കുറിച്ച്. അവിടെയാണ് ഭയങ്കര സന്തോഷം, അവിടെയാണ് സ്ത്രീകൾ സുരക്ഷിതരാകുന്നത്, അവിടെയാണ് ക്രിമിനലുകളുടെ കുറവുണ്ടാകുന്നത്, അവിടെ കുറ്റകൃത്യങ്ങൾ കുറയുന്ന, അവിടെ മതങ്ങളില്ല. പച്ചയായ കള്ളം ഇവിടെ പ്രചരിപ്പിക്കുകയാണ്. ഞാനൊരു റിപ്പോർട്ട് വായിച്ചു. നിങ്ങൾക്ക് ആർക്കും ഗൂഗിളിൽ പോയി നോർഡിക് പാരഡോക്സ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് നല്ല പഠനങ്ങൾ കാണാൻ സാധിക്കും. 1-2 കാര്യങ്ങൾ വേഗം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസ് അഗെയിൻസ്റ്റ് വുമൻ ആൻഡ് ദ നോർഡിക് പാരഡോക്സ്. എന്തറിയോ? നോർഡിക് പാരഡോക്സ് അഥവാ ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസ് സ്ത്രീകൾക്കെതിരെ ഏറ്റവും കൂടുതലുള്ളത് ഈ നോർഡിക് രാജ്യങ്ങളിലാണെന്നാണ് പറയുന്നത്. ഇവർ പറയുന്ന ഈ സ്വപ്നലോകമുണ്ടല്ലോ, സ്ത്രീ പുരുഷ സമത്വത്തിന്റെ സ്വപ്നലോകം, ജെൻഡർ ഇക്വാലിറ്റിയുടെ സ്വപ്നലോകം, സ്വതന്ത്രവാദത്തിന്റെ സ്വപ്നലോകം, അവിടെ നടക്കുന്ന കഥകളാണ്. ഒരു റിപ്പോർട്ട് കണ്ടത്, പൊതുവിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ 22%. എന്നാൽ ഈ പറയുന്ന സ്വീഡൻ പോലെയുള്ള, ഡെൻമാർക്ക് പോലെയുള്ള രാജ്യങ്ങളിൽ 28-30% സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ. ഏറ്റവും കൂടുതൽ പലപ്പോഴും നടക്കുന്നത് ഇത്തരം രാജ്യങ്ങളിലാണ്. അറിയോ? സ്ത്രീകൾ കൊല്ലപ്പെടുന്നത് 38% വരെ സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സ്ത്രീകൾ കൊല്ലപ്പെടുന്നത് ആരുടെ? ഇന്റിമേറ്റ് പാർട്ട്ണറുടെയൊക്കെ ആ ആക്രമണങ്ങൾ കൊണ്ട്. IPV എന്ന് ഷോർട്ടായിട്ട് അവർ പ്രയോഗിക്കുന്നുണ്ട്. സ്ത്രീകളുടെ സുരക്ഷിതത്വമല്ല, സ്ത്രീകളുടെ സ്വാതന്ത്ര്യമല്ല, സ്ത്രീകൾ ക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലേക്കാണ് ഈ സ്വതന്ത്രവാദം കൊണ്ടെത്തിക്കുന്നത്. എന്താ കുഴപ്പമെന്ന ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. ഇത് സ്വാതന്ത്ര്യമോ സമത്വമോ അല്ല. ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന പുസ്തകം രചിക്കപ്പെടാനുണ്ടായ സാമൂഹ്യ പരിസരങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം പിന്നീട് ഈ ആശയങ്ങളിലേക്കൊക്കെ അതിൻ്റെ രചയിതാവ് വന്നു. പക്ഷേ എന്താണ് അത് ഉണ്ടാകാനുള്ള കാരണം? ഈ പറയുന്ന സ്വതന്ത്ര ലൈംഗികതയും ഇഷ്ടം പോലെ വിവാഹം ചെയ്യാം, ഇഷ്ടം പോലെ ഒഴിവാക്കാം, സെയിം സെക്സ് മാരേജുകൾ, ആണിനെ പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. അവസാനം എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും ഒരു പിതാവിൻ്റെ സംരക്ഷണമില്ലാതെ കുട്ടികൾ വളരുന്നു. ഒരു കുഞ്ഞിൻ്റെ പൂർണ്ണമായ മാനസികാരോഗ്യമുണ്ടാകുന്നത്, ഒരു കുഞ്ഞിൻ്റെ ഇമോഷണൽ ക്വഷന്റ്, അവൻ്റെ പൂർണ്ണമായ വൈകാരികാരോഗ്യമുണ്ടാകുന്നത്, അവൻ്റെ മെൻ്റൽ ഹെൽത്ത് ഉണ്ടാകുന്നത് മാതാവിൻ്റെയും പിതാവിൻ്റെയും സംരക്ഷണത്തിൽ വളരുമ്പോഴാണ്. പിതാവിൻ്റെ മാത്രം സംരക്ഷണത്തിൽ വളരുന്ന ഒരു കുഞ്ഞിന്, മാതാവിൻ്റെ മാത്രം സംരക്ഷണത്തിൽ വളരുന്ന ഒരു കുഞ്ഞിന് അവനെ ഡിപ്രഷൻ ബാധിക്കും, അവന് പൂർണ്ണമായ മാനസികാരോഗ്യം ഉണ്ടാവുകയില്ല. ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, ഒരു പുതിയ കാലത്തിൻ്റെ പുരോഗമനമായി, ഒരു വലിയ സ്വർഗസുതുല്യമായ ജീവിതമായി
നമുക്ക് മുന്നിൽ ഈ ലിബറലുകൾ അവതരിപ്പിക്കുന്ന സ്വതന്ത്ര ലൈംഗികത ഉൾപ്പെടെയുള്ള ഈ സ്വതന്ത്രവാദമുണ്ടല്ലോ, നമ്മുടെ വരും തലമുറയുടെ മുഴുവൻ ക്രിയാശേഷിയെയും നശിപ്പിച്ച് മാനസികാരോഗ്യമില്ലാത്ത ഒരു സമൂഹത്തെ വളർത്താൻ മാത്രമാണ് അത് ഉപകാരപ്പെടുക. അത്തരം ഒരു സമൂഹത്തെ വളർത്താനേ ഇത് ഉപകാരപ്പെടുകയുള്ളൂ എന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കിൻ, അവസാനിക്കുന്നില്ല. ഇവിടെ ലൈംഗിക രോഗങ്ങൾ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് 2019 ഒരു കണക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. അമേരിക്കയിൽ 38,000-ഓളം വരുന്ന എയ്ഡ്സ് രോഗികളുടെ കണക്കെടുത്തപ്പോൾ ഏകദേശം 70% വരുന്ന എയ്ഡ്സ് രോഗികൾ സ്വവർഗ ലൈംഗികതയുടെ ആളുകളായിരുന്നു. ഈ സ്വതന്ത്രവാദക്കാർ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഗേ സെക്സും ലെസ്ബിയൻ സെക്സും ഒക്കെ വളരെ വലിയ രൂപത്തിൽ കോവിഡ് കഴിഞ്ഞപ്പോൾ ലോകം ചർച്ച ചെയ്തൊരു പകർച്ചവ്യാധിയായിരുന്നു മങ്കി പോക്സ്, വാനരവസൂരി എന്ന് പറയുന്നത്. വാനരവസൂരി ഉണ്ടായപ്പോൾ WHO വ്യാപകമായ ക്യാമ്പയിനിങ് നടത്തി. വാനരവസൂരി, കുരങ്ങുപനി ഏറ്റവും അധികം പ്രചരിക്കുന്നത് ആരിലൂടെയാണ്? ഗേകളിലൂടെയാണ്. പുരുഷനുമായി സെക്സ് ചെയ്യുന്നതിലൂടെയാണ് ഇത് പ്രചരിക്കുന്നത്, വ്യാപകമായി ഇത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ സൂക്ഷിക്കണം, WHO പറയാണ്. അഥവാ ലൈംഗിക രോഗങ്ങളിലേക്ക്, ഗൊണോറിയയിലേക്ക്, സിഫിലിസിലേക്ക്, HIV-യിലേക്ക്, എയ്ഡ്സിലേക്ക് ഈ സമൂഹത്തെ തള്ളിവിടാനാണ് യഥാർത്ഥത്തിൽ ഈ ലിബറലിസം ഉപകാരപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ സമത്വത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മനോഹരമായ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞവതരിപ്പിക്കുന്ന ഈ സ്വതന്ത്രവാദത്തിൻ്റെ ദുരന്തങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇത് കടന്നു വരുന്ന വഴികളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പുരോഗമനം എന്ന് പറയുന്ന വാക്ക് അത് ഭയങ്കര സംഭവമായി ചില ആളുകൾ എടുക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അതിലൂടെ അത് കടന്നു വരുന്നു. കാലം മാറിയാലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള, നമ്മൾ ഒരു വൃത്തത്തിനകത്ത് നിൽക്കേണ്ടതുണ്ട്. മതപരമായ മൂല്യങ്ങളുടെ വൃത്തത്തിനകത്ത്, മതപരമായ നിയമങ്ങളുടെ വൃത്തത്തിനകത്ത്. അതിൻ്റെ പുറത്തേക്ക് കടക്കുന്നത് മനുഷ്യന് അപകടമാണ്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി നോക്കിൻ, മാത്രവുമല്ല കാലം മാറിയില്ലേ, പുരോഗമനമാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നതോടൊപ്പം തന്നെയാണ് സിനിമകൾ. ഇതിൻ്റെ വലിയ ഒരു ആശയപ്രചാരണം. ആരാണ് നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് സ്വതന്ത്രവാദം കുത്തിക്കയറ്റുന്നത്? എങ്ങനെയാണ് നമ്മുടെ മക്കൾ ഇത് പഠിച്ചെടുക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കടന്നു വരുന്നത്? സിനിമകൾക്ക് വലിയ റോളുണ്ട്. ഇവിടെ 1,000 വ്ളോഗർമാരാണ്, ഫോൺ കയ്യിലുള്ളവനെല്ലാവരും വീഡിയോഗ്രാഫർമാരാണ്. എന്നിട്ടോ ഭക്ഷണത്തിൻ്റെ വീഡിയോ, വസ്ത്രത്തിൻ്റെ വീഡിയോ, യാത്രകളുടെ ചാനലുകൾ, ഭക്ഷണത്തിൻ്റെ ചാനലുകൾ, എന്തൊക്കെ തരം ചാനലുകളാണ്, ട്രോളന്മാരുടെ ചാനലുകൾ. എല്ലാറ്റിലൂടെയും അവരു തന്നെ അറിയാതെ പതുക്കെ പല തരങ്ങളിൽ സ്ത്രീ പുരുഷ സമത്വം എന്ന പേരൊക്കെ പറഞ്ഞ്, പുരോഗമനമെന്ന പേര് പറഞ്ഞ് ഈ ലിബറൽ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റുകയാണ്. നോക്കി, സിനിമാ ലോകത്തെ അവസ്ഥ എന്താണ്? ഒരു വീഡിയോ കേൾപ്പിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. 2 ആഴ്ച മുമ്പുണ്ടായ സംഭവം. എൻ്റെ മകന് സിനിമയിൽ ഒരു വലിയ നടൻ്റെ മകനായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. എൻ്റെ വൈഫ് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയം, മയക്കുമരുന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഇത് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കച്ചവടം നടത്തുന്നതല്ല, അവർ വിട്ടുന്ന തിരിച്ച് കുഴപ്പമില്ല. പക്ഷേ ഈ 17-18 വയസ്സിലാണ് ഏറ്റവും കൂടുതൽ വഴിതെറ്റുന്നത്. അതുകൊണ്ട് ആകെ ഒരു മകനാണ് എനിക്കുള്ളത്. കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ VC പറഞ്ഞതുപോലെ ഒരു വലിയ അപകടമാണ്. കേരളത്തിലെ ഒരു പ്രശസ്തനായ സിനിമാ നടൻ, അദ്ദേഹത്തിന് മറ്റൊരു ഇതുള്ളത്, യോദ്ധാവ് എന്ന് പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ലഹരി വിരുദ്ധ സംവിധാനങ്ങളുടെ അംബാസഡർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകന് സിനിമയിൽ ഒരു ചാൻസ് കിട്ടി. ആ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ ഒരു ചാൻസ് കിട്ടി കയറി പറ്റിയാണ് അവരുടെ വലിയ സ്വപ്ന. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, സിനിമയിലേക്ക് ഞാൻ വിടൂല. എന്താ കാരണം? അത് മയക്കുമരുന്നുകളുടെ ലോകമാണ്. നിങ്ങൾ നോക്കി, സ്വാതന്ത്ര്യം ഏറ്റവും അധികം ഈ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്, ആ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടത് സിനിമയാണ്. ആ സിനിമാ ലോകത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറയുന്നതിനപ്പോൾ കേൾപ്പിക്കുന്നില്ല. എന്താ അറിയോ? ഒരു സിനിമാ നടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക, അയാളുടെ പല്ല് പൊടിഞ്ഞുപോയി. എന്താ കാരണം? മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ട്.
മയക്കുമരുന്നുകളുടെ ലോകമാണ്. 2 സിനിമാ നടന്മാരെ നിർമ്മാതാക്കൾ വിലക്കിയ ഒരു വാർത്താപത്രങ്ങൾ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഏറ്റവും അധികം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് ലൈംഗിക രാജകത്വമാണ് ഇവർ പ്രോത്സാഹിപ്പിച്ചത്. അവസാനം മീ ടു എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ 2005 തുടങ്ങിയതെന്ന് എൻ്റെ ഓർമ്മ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മീ ടു. പെണ്ണുങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാണ് മീ ടു മീ ടു മീ ടു. എന്താ കാര്യം? ഞാനും പീഡിപ്പിക്കപ്പെട്ടു, ഞാനും പീഡിപ്പിക്കപ്പെട്ടു, ഞാനും പീഡിപ്പിക്കപ്പെട്ടു. നോക്കി, സിനിമാ രംഗത്ത് നിന്നും ഈ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏറ്റവും അധികം വാദിക്കുന്ന മാധ്യമ ലോകത്തു നിന്നുമാണ് ഏറ്റവും അധികം ആ സ്ത്രീകൾ ഞാനും പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ മീ ടു ക്യാമ്പയിനിൽ പങ്കെടുത്തത്. ഒരുപാട് പത്രമാധ്യമ രംഗത്തെ തലവന്മാരുടെ ജോലി തെറിച്ചു. അവർക്കെതിരെ സ്ത്രീകൾ ആരോപണം പറയാം, എന്നെ ഇയാൾ പീഡിപ്പിച്ചു, എന്നെ ഇയാൾ പീഡിപ്പിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കുഴപ്പം? സ്ത്രീ ആക്രമിക്കപ്പെടും, അവളുടെ ചാരിത്രം നഷ്ടപ്പെടും, അവളുടെ സുരക്ഷിതത്വം ഇല്ലാതെയായി പോകും, അവളെ ആളുകൾ ചൂഷണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അപ്പോ ഈ നിലക്കുള്ള മയക്കുമരുന്നുകളുടെ അല്ലെങ്കിൽ സ്വതന്ത്ര ലൈംഗികതയുടെ പ്രചാരകർ അതിൻ്റെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രതിസന്ധികൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കുട്ടികൾ കാണുന്ന വ്ളോഗുകൾ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാമെന്നല്ലേ. അവർ കാണുന്ന കാർട്ടൂണുകൾ, അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമുകൾ, അവർ കാണുന്ന സിനിമകൾ, വെബ് സീരീസുകൾ നമ്മുടെ വീടിനകത്തുണ്ടാകാൻ പാടില്ല. നമ്മളത് നിയന്ത്രിക്കണം. അവർക്ക് ക്രിയാത്മകമായ മറ്റു സംവിധാനങ്ങൾ കൊടുക്കണം. ഫോൺ ഉപയോഗിക്കേണ്ടാർന്ന കുട്ടികളത് ഒഴിവാക്കിക്കൊള്ളണമെന്നില്ല, പക്ഷേ അവർക്കതിലുപയോഗിക്കാനുള്ള നന്മകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക വ്ലോഗർമാരും ഒട്ടുമിക്ക ഈ പറഞ്ഞ യൂട്യൂബർമാരും ഒക്കെ ഈ നിലക്കുള്ള സ്വതന്ത്രവാദത്തിൻ്റെ ആശയങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ തലയിലേക്ക് കുത്തിക്കയറ്റുന്നത്. അത് നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ഇൻസ്റ്റഗ്രാം പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ, നിങ്ങൾക്കറിയാമോ, ഇൻസ്റ്റഗ്രാമിന് പബ്ലിക് അക്കൗണ്ടും പ്രൈവറ്റ് അക്കൗണ്ടും ഉണ്ടെന്ന് ഞാൻ പഠിച്ചത് 8ാം ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് നിന്നാണ്. എന്നിട്ടോ അവർ പ്രൈവറ്റായി പലരുമായി ബന്ധമുണ്ടാക്കുന്നു. അവിഹിത ബന്ധങ്ങൾ കുട്ടികൾ ഉണ്ടാക്കുന്നത്, പ്രണയങ്ങളിൽ ഏർപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമുകളിലൂടെ. ഞാൻ പറയുന്നു, ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരാവശ്യവും ഒരു കുട്ടിക്കുമില്ല. കുട്ടികളെ അത് ഒഴിവാക്കണം. രക്ഷിതാക്കൾ നിർബന്ധമായും അതിൽ നിന്ന് കുട്ടികളെ ഒരു മാന്യമായവരെ പറഞ്ഞു കൺവിൻസ് ചെയ്ത് അതിൽ നിന്ന് മാറ്റിക്കണം. ഒരു ഉപകാരമില്ലാത്ത സാധനമാണ്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളിലൂടെയൊക്കെയാണ് പലപ്പോഴും ഇങ്ങനത്തെ ഈ പറയുന്ന സ്വതന്ത്ര ആശയങ്ങൾ നമ്മുടെ മക്കളുടെ തലയിലേക്ക് കടന്നു കയറുന്നത്. നിങ്ങൾ നോക്കിൻ, ജീവിതം ഒന്നേയുള്ളൂ. ഒറ്റ പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജീവിതം ഒന്നേയുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇതങ്ങോട്ട് അടിച്ചു പൊളിക്കാം. ഈ ഒരു കാഴ്ചപ്പാടാണ് സ്വതന്ത്രവാദം മുന്നോട്ട് വെക്കുന്നത്. എടാ, MDMA ഉപയോഗിച്ച കരൾ അടിച്ചു പോകൂലേ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇതാകൊരു ജീവിതമല്ലേ ഉള്ളൂ, അങ്ങോട്ട് അടിച്ചു പൊളിക്കാം. മദ്യപിച്ച് ശരീരം നശിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഉള്ളത് അടിച്ചു പൊളിക്കാം. അടിച്ചു പൊളിക്കാം എന്ന കാഴ്ചപ്പാട് ഈ ലിബറലുകളുടെ സംഭാവനയാണ്. നമ്മുടെ അങ്ങനെയാണോ കാണേണ്ടത്? ജീവിതം ഒന്നല്ല, ജീവിതം രണ്ടുണ്ട്. ജീവിതം ഒന്നാണോ? ജീവിതം രണ്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഫകൈഫ ഇദാ ജമഅനാഹും ലിയൗമിൻ ലാ റൈബ ഫീഹി വവഫിയത് കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഫകൈഫ ഇദാ ജമഅനാഹും, നാം അവരെ ഒരുമിച്ച് കൂട്ടിയാൽ എങ്ങനെയുണ്ടാകും? ലിയൗമിൻ ലാ റൈബ ഫീഹി, ഒരു സംശയവുമില്ലാത്ത ആ ദിവസം, ഒരു സംശയത്തിനും വകയില്ലാത്ത ഒരു ദിവസം നമുക്ക് വരാനുണ്ട്, അല്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമ ലാ റൈബ ഫീ, ഒരു സംശയവുമില്ല, അല്ലാഹു നിങ്ങളെ യൗമുൽ ഖിയാമയിൽ ഒരുമിച്ച് കൂട്ടും. ഈ ജീവിതത്തിന് കണക്ക് പറയേണ്ട ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹുവിൻ്റെ നിയമങ്ങൾക്കും വിധിവിലക്കുകൾക്കും അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും. ജീവിതം രണ്ടുണ്ട്. ഇത് അടിച്ചു പൊളിക്കാനുള്ളതല്ല, ഇത് പരലോകത്തിനു വേണ്ടി അധ്വാനിക്കാനുള്ളതാണ്. ഇത് ലഹരിക്കു വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല, ഇത് ഖബറിലേക്ക് സമ്പാദിക്കാനുള്ളതാണ്. ഇത് ഏതെങ്കിലും ലൈംഗിക അരാജകത്തിൽ മുങ്ങിക്കുളിച്ച് ലൈംഗിക രോഗിയായി അന്ത്യശ്വാസം വലിക്കേണ്ട, നരകയാതന അനുഭവിച്ച് അന്ത്യശ്വാസം വലിക്കേണ്ട ജീവിതമല്ല. ഇത് സ്വർഗലോകത്തിനു വേണ്ടി അധ്വാനിക്കാനുള്ളതാണ്. എന്താണ് ലിബറലുകൾ സംഭാവന ചെയ്യുന്നത്? സമൂഹത്തിന് എന്ത് സംഭാവനയാണ് ചെയ്യുന്നത്? കുറേ എയ്ഡ്സ് രോഗികളെ, കുറേ ലൈംഗിക തൊഴിലാളികളെ, കുറേ സ്വർഗരതിക്കാരെ, കുറേ കുടിയന്മാരെ, കുറേ മയക്കുമരുന്ന് ഉപയോക്താക്കളെ,
കുറേയധികം മാതാപിതാക്കളുമായി ഞങ്ങൾക്കെന്തു കടപ്പാടാണുള്ളത്. അവരുടെ ഏതോ ഒരു സുഖനിമിഷത്തിൽ ഞാനുണ്ടായി എന്നതിനപ്പുറം എനിക്കെന്ത് കടമയുണ്ടവരോട്. അതുകൊണ്ട് മാതാപിതാക്കളോട് ഉത്തരവാദിത്വമില്ലെന്ന് പ്രഖ്യാപിക്കുന്ന, അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്ന ഒരു പറ്റം മാതാപിതാക്കളോട് കരുണയില്ലാത്ത ഒരു സമൂഹത്തെയായിരിക്കും ഈ അരാജകവാദികൾ ഇവിടെ സൃഷ്ടിക്കുക. കരുതിയിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.